നമസ്കാരം. പാതിവില തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മാസ് എൻട്രി. ഈ കേസിൽ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് EDയുടെ കൊച്ചി യൂണിറ്റ്. ഇതിനു മുമ്പ് അതായത് ED ഈ കേസിലെടുത്തിരുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ സംസ്ഥാനമൊട്ടുക്കും FIRകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ധാരാളം ആളുകൾ, ഏതാണ്ട് 34,000-ൽ പരം ആളുകൾ ഈ കേസിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായ വിവരം. അതുകൊണ്ട് കൂടുതൽ FIRകൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം, അതുവരെ കാത്തിരുന്നതിന് ശേഷം ഈ കേസിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന ഒരു തീരുമാനത്തിലെത്താം എന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. എന്നാൽ ആ തീരുമാനം പുനഃപരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് സമാനമാണ് ED ECIR രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പോലീസിനോട് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിനോടകം തന്നെ ECIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വിവരങ്ങൾ ആരാഞ്ഞിരിക്കുകയാണ്. ED അവരുടെ നേരത്തെയുള്ള മുൻ നിലപാട്, ഈ കേസിൽ പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്താൽ മതി എന്ന മുൻ നിലപാട് തിരുത്താൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടാണ്. അനന്തുകൃഷ്ണന്റെ നേതൃത്വത്തിൽ, മറ്റു ചില കൂട്ടാളികളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നു വരുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് ഉണ്ടാകും എന്ന് സംശയിക്കപ്പെടുന്ന ഈ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അതിനിർണായകമായ റിപ്പോർട്ട് വന്നിരിക്കുന്നു. അതായത് അനന്തുകൃഷ്ണനും സംഘവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പോലും ദുരുപയോഗപ്പെടുത്തി ആളുകളിൽ നിന്നും പണം തട്ടിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്, അല്ലെങ്കിൽ എന്ന വിവരവുമാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായും കേന്ദ്ര സർക്കാരുമായും പങ്കുവച്ചിരിക്കുന്നത്. തൊട്ടു പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത്. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം, പണം നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളവും ആശ്വാസകരമായ ഒരു വാർത്തയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിലേക്ക് വരുന്നു എന്നുള്ളത്. കാരണം അനന്തുകൃഷ്ണന്റെ ഈ തട്ടിപ്പിൽ ഉന്നതരായ പല പ്രമുഖരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിനോടകം തന്നെ വാർത്ത വന്നിട്ടുള്ളതാണ്. MLA-മാർക്കും MP-മാർക്കും ലക്ഷക്കണക്കിന് രൂപ നൽകിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നതരുടെ പേര് വിവരങ്ങൾ പുറത്താകുമെന്നുള്ളത് കൊണ്ട് തന്നെ കേരള പോലീസ് ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടത്താൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. അതായത് കേരള പോലീസിനോട് ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം, അനന്തുകൃഷ്ണന്റെ കയ്യിലുള്ള ആ ഡയറി, അതുപോലെ തന്നെ iPad, ഇതിലെല്ലാം കൃത്യമായ കണക്കുകളുണ്ട്. ആർക്ക് എത്രയൊക്കെ എന്തൊക്കെ കൊടുത്തു എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണക്കുകളിൽ പറയുന്ന ഉന്നതരുടെ പേര് വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകരുത് എന്ന് കേരള പോലീസിന് ഇതിനോടകം തന്നെ രാഷ്ട്രീയ നിർദ്ദേശം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ കേസിന്, അല്ലെങ്കിൽ ഈ തട്ടിപ്പിന് ഇരയായവർക്ക് നീതി ലഭിക്കും എന്ന കാര്യത്തിലും ഒരു ഉറപ്പുമില്ല. കാരണം ഉന്നതരാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. ഇവർക്കെല്ലാം അന്വേഷണം അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളാണ്. അവിടെയാണ് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പ്രസക്തി ഉണ്ടാകുന്നത്. ED വരുമ്പോൾ അവിടെയാണ് ആ പ്രസക്തി. അങ്ങനെ ED ഈ കേസിലേക്ക് വന്നിരിക്കുകയാണ്. പോലീസിനോട് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ആയിരിക്കും ഈ സംസ്ഥാന തലത്തിൽ ഈ കേസ് അടുത്ത ഘട്ടത്തിൽ അന്വേഷിക്കുക. ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിനോടും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ED തേടാനുള്ള സാധ്യതയുണ്ട്. ED പെട്ടെന്ന് തന്നെ ഈ അന്വേഷണത്തിലേക്ക് വന്നതും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിനെ തുടർന്നുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.